ആദ്യം ഒരു കുടുംബകാര്യം പറയാം. കഴിഞ്ഞ ആഴ്ച എനിക്കൊരു ചെറിയ പനി ഉണ്ടായിരുന്നു. ആ പനി കുറഞ്ഞ പാടെയാണ് ഞാൻ ഈ ജാഥയ്ക്ക് പുറപ്പെട്ടത്. ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ എന്നെ വിളിച്ച് ചോദിച്ചു, ഒരാഴ്ചയായി നല്ല ക്ഷീണം കാണുമല്ലോ എന്ന്. ചൂടും തിരക്കും ബഹളവും എല്ലാം കൊണ്ട് ക്ഷീണിച്ച് കാണുമെന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിനക്കറിയില്ല ഈ അന്തരീക്ഷത്തെപ്പറ്റി. ഞാൻ ചോദിക്കുക നിങ്ങളോടെല്ലാം, ഇത്രയും വലിയ ഒരാവേശ കടലിൽ സ്നേഹത്തിൻ്റെ ഈ മഹത്തായ തണലിൽ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ ക്ഷീണിക്കുമോ? ഒരിക്കലും ക്ഷീണിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞ കുടുംബകാര്യം എൻ്റെ ഭാര്യയോട്. അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. LDFിൻ്റെ ഈ മേഖലാ ജാഥ ജനങ്ങളുമായി കൈമാറുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ സംസാരിച്ച നേതാക്കന്മാർ എല്ലാവരും പറഞ്ഞു കാണും എന്നെനിക്ക് ഉറപ്പാണ്. ഇനിയും കൊല്ലത്ത് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് വേഗത്തിൽ പോകാൻ തിടുക്കമുണ്ട് എല്ലാവർക്കും. ദീർഘമായ പ്രസംഗം ചെയ്ത് ഞാൻ നിങ്ങളെ അതുകൊണ്ട് ബുദ്ധിമുട്ടിക്കില്ല. ഇത് കുണ്ടറയാണ്. കുണ്ടറയിലെ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രവും പാരമ്പര്യവും പോരാട്ടവീര്യവുമെല്ലാം സാമാന്യമായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ ചോദ്യം, കുണ്ടറയ്ക്ക് പറ്റിയ ആ കൈത്തെറ്റില്ലേ, ആ കൈത്തെറ്റ് സംഭവിച്ചത് 5 കൊല്ലം മുമ്പാണ്. ആദ്യത്തെ പ്രശ്നം, ആ തെറ്റ് തിരുത്തിയേ തീരൂ. കുണ്ടറയിൽ LDF വിജയിച്ചേ തീരൂ. ആ വിജയത്തിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും നാം തൃപ്തരാകാൻ പോകുന്നില്ല. അതിനാൽ ഇനിയുള്ള ഓരോ നിമിഷവും നമ്മളെല്ലാവരും ഒരേ മനസ്സോടെ LDFിൻ്റെ സുരക്ഷിതമായ വിജയം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ നമ്മുടെ പങ്ക് പൂർണ്ണമായും നിറവേറ്റിയേ തീരൂ. അതാണ് ആദ്യമായിട്ട് ഈ ജാഥയ്ക്ക് വേണ്ടി എനിക്ക് പറയാനുള്ള കാര്യം. നാം തീരുമാനിച്ചാൽ നടക്കുമത്, ഉറപ്പായും നടക്കും. കൈത്തെറ്റുകൾ സംഭവിച്ചാൽ, അത് മാറ്റാൻ തീരുമാനിച്ചാൽ ആദ്യം വേണ്ടത് സമ്പൂർണമായ മാനസിക ഐക്യമാണ്. രാഷ്ട്രീയ ഐക്യത്തിൻ്റെ അടിത്തറമേൽ നാം ഇടതുപക്ഷക്കാരെല്ലാവരും ചേർന്നുകൊണ്ട് ഈ ഐക്യത്തിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ ചുവടും വെച്ചാൽ ആർക്കാണ് നമ്മളെ തടയാൻ കഴിയുക? ആർക്കും കഴിയില്ല. നമുക്കെല്ലാം അറിയാവുന്ന ആ കവിതയില്ലേ, സഖാവ് വയലാറിൻ്റെ കവിത. ആ കവിതയിൽ പറയുന്നുണ്ട്, ആര് ഒരാളുണ്ട് ഈ കുതിരയെ കെട്ടുവാൻ, ആര് ഒരാളുണ്ട് അതിന് മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിന് സർഗശക്തിയാം ഈ കുതിരയെ വിട്ടയക്കുന്നു ഞാനെന്ന്. അതെല്ലാവർക്കും അറിയാം. സഖാവ് വയലാറിന്റെ ആ വരികൾ നമുക്ക് ആവർത്തിക്കാം. ആരുണ്ട് ഈ കുതിരയെ പിടിച്ചു കെട്ടാൻ? LDFിന്റെ ഈ മഹത്തായ വിജയത്തിന്റെ ലക്ഷ്യം തേടുന്ന ഈ കുതിരയെ പിടിച്ചു കെട്ടാൻ ആരുണ്ട്? ഇതിന്റെ മാർഗം മുടക്കാൻ ഏത് BJP ഉണ്ട്, ഏത് UDF ഉണ്ട്? ഒറ്റയ്ക്കും കൂട്ടായിട്ടും വന്നാലും ശരി, നാം പ്രഖ്യാപിക്കുന്നു, ഈ കുതിര ലക്ഷ്യം കാണും വരെയും മുന്നോട്ട് പോകും. ഇത് LDFിന്റെ പടക്കുതിരയാണ്, വ്യക്തികളല്ല. ഈ ആശയം, ഈ രാഷ്ട്രീയം, ഈ കുതിര അതുകൊണ്ട് കേരളത്തിന്റെ അടുത്ത വികസന ഘട്ടം കുറിക്കാൻ വേണ്ടിയുള്ള ജൈത്രയാത്രയിലാണ്. ആ യാത്ര ലക്ഷ്യം കാണും വരെയും മുന്നോട്ട് തന്നെ പോകും. നമുക്കെല്ലാവർക്കും അതുകൊണ്ട് സ്വയം പറയാം, എല്ലാവർക്കും വേറെ വേറെ പേര് കാണും, വേറെ വേറെ പാർട്ടിയും കാണും. എൻ്റെ പേര് CPI, നിന്റെ പേര് CPM, വേറൊരു പേര് കേരള കോൺഗ്രസ്, വേറൊന്ന് RJD, വേറൊന്ന്
ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ, വേറൊന്ന് INL, വേറൊന്ന് കേരള കോൺഗ്രസ്, അങ്ങനെ എല്ലാ പേരും കാണും. ആ പേരെല്ലാം ഉണ്ടായിരിക്കാം. പക്ഷെ ലക്ഷ്യം കാണും വരെയും ഈ പോരാട്ടത്തിന്റെ അർത്ഥമറിഞ്ഞുകൊണ്ട് സമരത്തിൽ വിജയം നേടും വരെയും സഹാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും ഒറ്റ പേരേ ഉള്ളൂ. എന്താണ് ആ പേര്? ആ പേര് LDF എന്നാണ്. അല്ലേ? LDF എന്നൊറ്റ പേര് നമുക്കുള്ളൂ. ആ പേര് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം മറക്കുക. എല്ലാ പിണക്കവും, സൗന്ദര്യ പിണക്കവും, പരിഭവങ്ങളും, പരാതിയും എല്ലാം മറക്കുക. എന്നിട്ട് രാഷ്ട്രീയത്തിലെ ശരികൾ, സത്യങ്ങൾ, അവയെ മുറുകെ പിടിക്കുക. അതാണ് ഇടതുപക്ഷം. ആ പക്ഷത്തിന്റെ സന്ദേശമാണ് നമ്മളെല്ലാം ഒരുപോലെ പങ്കിടുന്നത്. ഇവിടെ ഇപ്പോൾ എന്റെ സഹാക്കൾ പറയുകയായിരുന്നു, 4 മണിക്ക് ആരംഭിച്ച യോഗമാണ്. ഇപ്പൊ എത്ര മണിയായി? അതെ, പല സമയമാണ്. എൻ്റെ വാച്ചിൽ 7:11, 7:15, 7:20 എല്ലാം കാണും. ഒരു ചൊല്ലുമുണ്ട്, ആരുടെയും വാച്ചുകൾ തമ്മിൽ ഒരിക്കലും യോജിക്കില്ല. അത് ചൊല്ലാണ്. വാച്ചിലെ സമയം പലതാണെങ്കിലും നമ്മുടെ എല്ലാം മനസ്സിൽ നാം പറയുന്നു ഈ സമയത്തെ പറ്റി. നാം ജയിക്കേണ്ട പ്രവർത്തനത്തിലേക്ക് നമ്മളെ തന്നെ എടുത്തെറിയേണ്ട സമയമാണിത്. ഏതായാലും മണിക്കൂറുകൾ 3-3:30 യോഗം ആരംഭിച്ചിട്ട് നാം കാത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഈ ജാഥ വരും വരെ ഈ 3-4 മണിക്കൂർ കാത്തിരുന്നത്? നിങ്ങളുടെ എല്ലാ മുഖത്ത് വേണമെങ്കിൽ ക്ഷീണം തോന്നാം, പരാതി കാണാം, വിമർശനങ്ങൾ കാണാൻ വേണമെങ്കിൽ. പക്ഷെ എവിടെയും ഞങ്ങളത് കണ്ടില്ല. ഞാൻ വരുന്ന വഴിക്ക് ഒരു സഹോദരി ഒരു ചെറിയ ചുരുട്ടിയ പേപ്പർ എന്നെ ഏൽപ്പിച്ചു. കൊച്ചു പേപ്പർ. തിരക്കിൽ തുറക്കാൻ പറ്റിയില്ല. ഞാൻ കാറിൽ കയറിയപ്പോൾ അത് വായിച്ചു. അവർ തിരിച്ചു പോവുകയാണ്. അതിൽ പറയുന്നത്, പോകാൻ തോന്നിയിട്ട് പോവുകയല്ല, വീട്ടിൽ പക്ഷേ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ, ചെന്നിട്ട് വേണം അവർക്ക് ആഹാരം കൊടുക്കാൻ, അതുകൊണ്ട് പോവുകയാണ്. ലാൽ സലാം. ആളിന്റെ പേരില്ല, ആളെ എനിക്കറിയില്ല. ആ കുറിപ്പിലെ വാചകം ഇതാണ്. അപ്രകാരം ഒരു കുറിപ്പ് എഴുതി തരാൻ തോന്നിയത് എന്തുകൊണ്ടാണ്? ആദ്യമായി കാണുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണത്? ഈ സ്നേഹത്തിന്റെ അർത്ഥം എന്താണ്? ഈ സ്നേഹം ഞങ്ങൾക്കറിയാം. ഈ ജാഥയിൽ ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങൾ ഏതെങ്കിലും വ്യക്തിയോട് നിങ്ങൾക്കുള്ള സ്നേഹത്തിന്റെ പ്രഖ്യാപനമല്ല, അല്ലേ? അല്ല. ഈ സ്നേഹം അത്രയും LDFന് വേണ്ടി നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹമാണ് LDF. ആ സ്നേഹമാണ് LDF രാഷ്ട്രീയത്തിന്റെ കാതൽ. അതുകൊണ്ട് LDFന് ഇത്രയും ദൂരം താണ്ടാനായി. എന്തെല്ലാം പ്രതിബന്ധമായിരുന്നു, എന്തെല്ലാം പ്രതിബന്ധമായിരുന്നു. 10 കൊല്ലക്കാലവും നാം നീങ്ങിയത് ആ പ്രതിബന്ധങ്ങളെല്ലാം കണ്ടും കേട്ടും കൊണ്ടാണ്. ദുരന്തങ്ങൾ വന്നു, പകർച്ചവ്യാധികൾ വന്നു, പ്രകൃതിക്ഷോഭങ്ങൾ വന്നു, പ്രളയം വന്നു, മണ്ണിടിച്ചിൽ വന്നു, മലയിടിച്ചിൽ വന്നു, വയനാട് വന്നു. അതെല്ലാം ഒരു ഭാഗത്ത്. എക്കാലത്തും നാം കണ്ടത് വൈരാഗ്യബുദ്ധിയോടെയുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക വിരോധങ്ങളായിരുന്നു. രാഷ്ട്രീയമായി രാവും പകലും കള്ളം പറഞ്ഞുകൊണ്ട് UDF ഒഴിച്ചുവിട്ട എതിർപ്പിന്റെ കൂറ്റൻ ആക്രമണ തിരകൾ നമ്മളെ തേടി വന്നു. അതെല്ലാം ഉണ്ടായിട്ടും 10 കൊല്ലക്കാലം നാം മുന്നോട്ട് വന്നു. ഈ 10 കൊല്ലക്കാലം LDF എങ്ങനെയെങ്കിലും ഭരിച്ചു പോവുകയായിരുന്നില്ല. നാം പറഞ്ഞ ഓരോ വാക്കും നാം പാലിച്ചു. നാം പറഞ്ഞു നമ്മുടെ വരവ് ആർക്ക് വേണ്ടിയാണെന്ന്. നാം പ്രഖ്യാപിച്ചു എന്തിനു വേണ്ടിയാണ് LDFന്റെ രാഷ്ട്രീയ വിജയമെന്ന്. അതെല്ലാം നമ്മൾ പാലിച്ചു. ഈ യാത്ര ആരംഭിച്ചത് 10 കൊല്ലം മുമ്പല്ല. ഈ യാത്ര ആരംഭിച്ചത് അതിലും പണ്ടാണ്. 57 ഐക്യകേരള പിറവിയുടെ അടുത്ത വർഷം ഐക്യകേരളത്തിലെ 1-ാം തെരഞ്ഞെടുപ്പ്
ആ തെരഞ്ഞെടുപ്പിൽ ലോകത്തെയാകെ വിസ്മയിപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാലറ്റിലൂടെ അധികാരമേറി. ചരിത്രം അത് മറക്കില്ല. ആ ദിവസം ഏപ്രിൽ മാസം 5 ആയിരുന്നു. ആ 5-ാം തീയതി വൈകുന്നേരം പുതിയ മുഖ്യമന്ത്രി സഖാവ് EMS നമ്പൂതിരിപ്പാട് എല്ലാ ജനങ്ങളോടുമായി ഒരു പ്രക്ഷേപണ പ്രസംഗം ചെയ്തു. അന്ന് TV ഒന്നുമില്ല, ആകാശവാണിയായിരുന്നു മാധ്യമം. ആകാശവാണിയിലൂടെ പുതിയ മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾ വന്നത് കേരളത്തിൽ അടിയന്തരമായി സോഷ്യലിസവും കമ്മ്യൂണിസവും നടപ്പിലാക്കാൻ വേണ്ടിയല്ല. അങ്ങനെ പറഞ്ഞാൽ അത് യാഥാർത്ഥ്യബോധമുള്ള നിലപാടല്ല എന്ന് ഞങ്ങൾക്കറിയാം. അതിനുവേണ്ടിയല്ല ഞങ്ങളുടെ വരവ്. സഖാവ് EMS പറഞ്ഞു, ഞങ്ങൾ വന്നത് ദേശീയ പ്രസ്ഥാനം ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ നടപ്പിലാക്കാൻ കോൺഗ്രസ് മറന്നുപോയ കാര്യങ്ങൾ അവയെല്ലാം നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എത്തിയതെന്നായിരുന്നു പുതിയ മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്. എന്തായിരുന്നു ദേശീയ പ്രസ്ഥാനത്തിന്റെ വാഗ്ദാനം? അതേപ്പറ്റി പറയാൻ അധികം നേരമെടുക്കാതെ ഒരു സംഭവം ഞാൻ പറയാം. സ്വതന്ത്രപൂർവ്വകാലത്ത് ഒരു ദിവസം ഉത്തരേന്ത്യയിലെ ഒരു ഗ്രാമത്തിലൂടെ ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ തന്നെയാണ് മഹാത്മാഗാന്ധി നടക്കുകയാണ്. നടപ്പെപ്പോഴും തിരക്ക് പിടിച്ചാണ്. തിരക്ക് പിടിച്ചു പോകുന്ന ഗാന്ധിജിയെ തോളിൽ തട്ടിയിട്ട് ഒരാൾ പറഞ്ഞു, ബാപ്പു നിൽക്കാമോ ഒന്ന്? ഒരു പാവം മനുഷ്യൻ, മുഷിഞ്ഞ വേഷധാരി, ആരാണെന്ന് ആർക്കും അറിയില്ല. അയാൾക്ക് ആ ധൈര്യം തോന്നി മഹാത്മാഗാന്ധിയെ ഇങ്ങനെ തട്ടി വിളിക്കാൻ. അയാൾ തട്ടി വിളിച്ചു, ചോദിച്ചു. ഒരു നിമിഷം ആ മനുഷ്യൻ ചോദിച്ചു, ബാപ്പു അങ്ങും നെഹ്റുജിയും എല്ലാം എപ്പോഴും പറയും നമ്മുടെ പോരാട്ടം സ്വരാജിന് വേണ്ടിയാണെന്ന്. എന്താ ഈ സ്വരാജ്? നമ്മുടെ സ്വരാജ് അല്ല. ദേശീയ പ്രസ്ഥാനം എന്നും പറഞ്ഞ ആശയത്തിന്റെ എല്ലാം സാരാംശമായിട്ടായിരുന്നു മഹാത്മാഗാന്ധിയും നെഹ്റുവും പറഞ്ഞത് നമ്മുടെ പോരാട്ടം സ്വരാജിന് വേണ്ടിയാണ്. ആ കൃഷിക്കാരന് അറിയില്ല എന്താ ഈ സ്വരാജ് എന്ന്. അതുകൊണ്ട് അയാൾ ധൈര്യം സംഭരിച്ച് ചോദിച്ചത് ഗാന്ധിജിയോടാണ്. മഹാത്മാഗാന്ധി അപ്പോൾ നിന്നു. നമ്മുടെ പഴയ കോൺഗ്രസ് ആരാണെന്നറിയാത്ത ദുർബലനായ മുഷിഞ്ഞ മുണ്ടെടുത്ത ഏതോ ഗ്രാമീണവാസി പറഞ്ഞപ്പോൾ മഹാത്മാഗാന്ധി തിരക്ക് പിടിച്ചു പോയ ആൾ അവിടെ നിന്നു. ചോദ്യം കേട്ടു, എന്താണ് സ്വരാജ്? ഗാന്ധിജി പറഞ്ഞു, ശരിയാണ്, ഞങ്ങൾ എപ്പോഴും പറയുന്നുണ്ട് സ്വരാജ് സ്വരാജ് എന്ന്. പക്ഷെ എന്താ സ്വരാജ് എന്ന് പറയാൻ ഞങ്ങൾ പലപ്പോഴും വിസ്മരിച്ചു പോകുന്നു. അതുകൊണ്ട് ഈ ചോദ്യം ശരിയാണ്. ഞാൻ ചുരുക്കി പറയാം. എന്റെ വാക്കല്ല, വാക്ക് ഗാന്ധിജിയുടേതാണ്. അദ്ദേഹം പറഞ്ഞു, സഹോദര, സ്വരാജ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭക്ഷണമാണ്. സ്വരാജ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പാർപ്പിടമാണ്. സ്വരാജ് എന്നാൽ എല്ലാവർക്കും വിദ്യാഭ്യാസമാണ്. ഇത്രയും പറഞ്ഞിട്ട് ഗാന്ധിജി പറഞ്ഞു, ഭയ്യ യഹ് സ്വരാജ്, ഇതാണ് സ്വരാജ്. ഇതിനേക്കാൾ ലളിതമായി, ഇതിനേക്കാൾ സൗമ്യമായി ആർക്ക് പറയാൻ കഴിയും? ഒരു മഹാസമരത്തിന്റെ രാഷ്ട്രീയവും ലക്ഷ്യവുമെല്ലാം ചുരുക്കി പറഞ്ഞു ഗാന്ധിജി. എന്നിട്ട് പറഞ്ഞു, ഇതാണ് സ്വരാജ്. നമുക്ക് ചോദിക്കാം, എവിടെയാണ് സ്വരാജ്? 47 ഓഗസ്റ്റ് മാസം 15-ാം തീയതി നാം സ്വാതന്ത്ര്യം പ്രാപിച്ചു. പക്ഷേ കൊല്ലങ്ങൾ കടന്നുപോയിട്ടും ആ സ്വരാജ് വന്നില്ല. ജനങ്ങൾ ചോദിക്കുകയാണ് കോൺഗ്രസിനോട്, എന്തു പറ്റി ആ സ്വരാജിന്? എവിടെ പോയി ആ സ്വരാജ്? കോൺഗ്രസ് വന്നു, BJP വന്നു, പക്ഷേ സ്വരാജ് മാത്രം വന്നില്ല. ആ കാര്യം ഓർത്തുകൊണ്ടാണ് അന്ന് 57-ൽ ആദ്യത്തെ ഇടതുപക്ഷ മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത് ആ ലക്ഷ്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭൂമി വേണം, എല്ലാവർക്കും പാർപ്പിടം വേണം,
ഭക്ഷണം വേണം, വിദ്യാഭ്യാസം വേണം. ഇതാണ് സ്വരാജിന്റെ വാഗ്ദാനം. നമ്മൾ ഇടതുപക്ഷം ആ വാഗ്ദാനം നടപ്പിലാക്കാൻ ശ്രമിച്ചവരാണ്. 10 കൊല്ലക്കാലത്തെ ഈ ഭരണത്തിന്റെ അന്ത്യഘട്ടമാകുമ്പോൾ പറയാൻ കഴിയും നമുക്ക്, നമ്മൾ ഒന്നും മറന്നുപോയിട്ടില്ല. അന്ന് പറഞ്ഞ 57 വാക്ക് നാം പാലിക്കാൻ ശ്രമിക്കുകയായിരുന്നു. മാറി 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 വന്ന എല്ലാ ഇടതുപക്ഷ ഗവൺമെന്റുകളും, നേതാക്കന്മാരുടെ പേര് വേറെ വേറെ ആയിരിക്കാം, അവയെല്ലാം ശ്രമിച്ചത് ആ യാത്രയ്ക്ക് വേണ്ടിയാണ്. അതിന്റെ ഫലമായിട്ടാണ് ഈ ഗവൺമെന്റിന്റെ 10 വർഷം പൂർത്തിയാകുമ്പോൾ നാം ലക്ഷങ്ങൾക്കാണ് ഭൂമി കൊടുത്തത്. ലക്ഷങ്ങൾക്ക് നാം ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുത്തു. 3,06,000 പേർക്ക് നാം PSC മുഖേന തൊഴിൽ കൊടുത്തു. നാം വിദ്യാഭ്യാസ രംഗത്ത് വമ്പിച്ച മാറ്റമുണ്ടാക്കി. നാം കൊഴിഞ്ഞു പോക്കില്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ജനിച്ച എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ കഴിയുന്നുണ്ട്. പണ്ടെനിക്ക് ഓർമ്മയില്ലേ, UDF കാലത്ത് ഒരിക്കൽ മന്ത്രി വന്ന് പറഞ്ഞു, ഒരു നീണ്ട ലിസ്റ്റാണ്. ഈ ലിസ്റ്റ് ഏതാണ്? ഈ ലിസ്റ്റ് അൺഇക്കോണമിക്കായ സ്കൂളുകളുടെ പട്ടികയാണ്. എന്ന് വെച്ചാൽ സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാത്ത, നഷ്ടത്തിൽ പോകുന്ന സ്കൂളുകൾ. UDF പറഞ്ഞു, അത്തരം സ്കൂളൊന്നും പ്രവർത്തിക്കേണ്ടതില്ല, അതെല്ലാം പൂട്ടണം. വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്കൂളുകൾ ലാഭകരമല്ലെങ്കിൽ പൂട്ടാൻ തീരുമാനിച്ചു UDF. അവർ പൂട്ടാൻ വെച്ച സ്കൂളടക്കം എല്ലാ സ്കൂളും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ സ്കൂളിലും ഇന്ന് വിദ്യാഭ്യാസമുണ്ട്. എല്ലാത്തിന്റെ മുഖച്ഛായ മാറി. സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ഡിജിറ്റൽ വിദ്യാഭ്യാസം, അതെല്ലാം വഴി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിന്റെ മുഖച്ഛായ മാറ്റിയെടുത്തു. നമ്മൾ എല്ലാവരെയും നമ്മൾ പഠിപ്പിച്ചു. 1ാം തരം മുതൽ ഡിഗ്രി വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്റ്റെപ്സും പഠനങ്ങളും നാം പറഞ്ഞു ഇനിമേൽ സൗജന്യമായിരിക്കുമെന്ന്. എന്നാണ് LDF. നവംബർ മാസം 1-ാം തീയതി നാം പറഞ്ഞു കേരളത്തിൽ ഇനിമേൽ അതിദരിദ്രർ ഇല്ലായിരിക്കുമെന്ന്. നാം നിർത്തിയില്ല, നാം കൂടെ പറഞ്ഞു ഇനി അടുത്ത ഘട്ടം ദരിദ്രമേ ഇല്ലാതാക്കലാണ്. LDF മാനിഫെസ്റ്റോ ഉണ്ടാക്കാനുള്ള കമ്മിറ്റി ഇപ്പോൾ രൂപീകരിക്കപ്പെടും. ഈ ജാഥ കഴിഞ്ഞ ഉടനെ LDF കമ്മിറ്റി കൂടുമ്പോൾ മാനിഫെസ്റ്റോയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടാകും. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ മുൻകൂട്ടി പറയാം. ഈ 10 കൊല്ലം പൂർത്തിയാക്കി. അതോടുകൂടി യാത്ര അവസാനിക്കുന്നില്ല, യാത്ര തുടരുകയാണ്. അപ്പോൾ ഈ പൂർത്തിയാക്കിയ എല്ലാ കാര്യവും ഓർത്തുവെച്ചുകൊണ്ട് അതിന്റെ എല്ലാം അടിത്തറമേലൂന്നി ഇനിയുള്ള 5 കൊല്ലക്കാലം LDF എന്തൊക്കെ ചെയ്യുമെന്ന് നാം പറയാൻ പോവുകയാണ്. അതിലൊന്നിതായിരിക്കും, ഇവിടെ ദാരിദ്ര്യം ഇല്ലാതാക്കും നമ്മൾ. അങ്ങനെ പറയാനുള്ള ചങ്കൂറ്റമുണ്ട് LDF-ന്. അതാണ് LDF. നാം 1-ാം സ്ഥലത്ത്, 2-ാം സ്ഥലത്ത്, 3-ാം സ്ഥലത്ത് ജനങ്ങളെ കാണുന്നു. നമുക്ക് ഉത്തരമുണ്ട്. അവരും പറയും വികസനമെന്ന്, BJPയും പറയും, കോൺഗ്രസും പറയും വികസനം വികസനമെന്ന്, നമ്മളും പറയുന്നു വികസനമെന്ന്. ഇതെല്ലാം ഒന്നുപോലെയാണോ? ലോകത്തെവിടെയുമുണ്ട് ഈ സംവാദം. ഇടതുപക്ഷവും വലതുപക്ഷവും വഴിമാറിപ്പോയത് ആ ചർച്ചയിൽ ഉത്തരം കണ്ടുപിടിക്കുമ്പോഴാണ്. ചോദ്യം ഇതായിരുന്നു, പീപ്പിൾ ഓർ പ്രോഫിറ്റ്സ്? ജനങ്ങളോ ലാഭമോ? ഏതാണ് കാതൽ? ലക്ഷ്യമെന്താ വികസനത്തിന്റെ? അതാണ് ചോദ്യം. വലതുപക്ഷം പറഞ്ഞു കമ്പോളം കമ്പോളം കമ്പോളം, ലാഭം ലാഭം ലാഭം. നാം പറഞ്ഞു അല്ല, ജനങ്ങൾ ജനങ്ങൾ ജനങ്ങൾ. അതാണ് ലോകത്തെവിടെയും ഇടതുപക്ഷത്തെ ഇടതുപക്ഷമാക്കിയത്. ഇന്നൊരു വാർത്തയുണ്ട്, ഒരു പോർച്ചുഗൽ വാർത്ത. 1.5 ദശാബ്ദം കഴിയുമ്പോൾ തുടർന്ന് വന്നിരുന്ന ഒരു വലതുപക്ഷ ഗവൺമെന്റിനെ മാറ്റിക്കൊണ്ട് പോർച്ചുഗലിൽ ഇന്ന് ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ജയിച്ചിരിക്കുന്നു. ലോകത്ത് ആ മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കാറ്റും ബലത്തേക്കല്ല, എല്ലാ വിജയവും ട്രംപിന്റെ ഭാഗത്തേക്കല്ല, കാറ്റിങ്ങോട്ടും വീശുന്നുണ്ട്. അതുകൊണ്ട് ട്രംപും BJPയും കോൺഗ്രസും കൽപ്പിക്കും പോലെയല്ല ലോകം പോകാൻ പോകുന്നത്. ജനങ്ങൾക്ക് മാറ്റം വേണം, ജീവിതം വേണം, ഭക്ഷണം വേണം, പാർപ്പിടം വേണം, വിദ്യാഭ്യാസം വേണം, പുരോഗതി വേണം.
അതിന്റെ മാർഗം അവർ ചൂണ്ടിക്കാണിക്കില്ല. അവർക്ക് പണക്കാരെ അറിയാവൂ. കോർപ്പറേറ്റ് കൊള്ളക്കാർക്ക് വേണ്ടിയാണ് അവരുടെ രാഷ്ട്രീയം. നമ്മുടെ രാഷ്ട്രീയം ജനങ്ങൾക്ക് വേണ്ടിയാണ്. ആ വ്യത്യാസം മൗലികമാണ്. അതാണ് നമ്മളെ ഇടതുപക്ഷമാക്കുന്നത്. ആ പക്ഷത്തിന്റെ രാഷ്ട്രീയത്തിന്റെ വിജയം നാം തീരുമാനിക്കുന്നു. നമ്മൾ തീരുമാനിച്ചാൽ അതിന് മാറ്റമുണ്ടാകാൻ പോകുന്നില്ല. കൊല്ലത്തേക്ക് എത്താൻ നേരമായതുകൊണ്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല. പക്ഷെ അവസാനിപ്പിക്കും മുമ്പ് ഒരു ചോദ്യം ചോദിക്കാൻ ആകാംക്ഷയുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ എല്ലാവരും ചേർന്ന് ഒരേ സ്വരത്തിൽ ഒരുമിച്ച് ഉത്തരം പറയണം. 5-6 പേര് ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഇരുന്നുകൊണ്ട് മുക്കിയും മൂളിയും പറഞ്ഞാൽ പോരാ. അതല്ല ഇടതുപക്ഷ വഴി. ഇടതുപക്ഷ വഴി ഒന്നിച്ചുത്തരം പറയലാണ്. പറയുമ്പോൾ ഊക്കോടെ മുറ്റത്തോടെ അത് പറഞ്ഞേ തീരൂ. ചോദ്യം ഇതാണ്: നമ്മുടെ LDF-ന്റെ 3-ാം ഊഴം വരില്ലേ? ഇവിടെ എല്ലാം നന്നായി പറഞ്ഞു. അവിടെ ഒന്നും ആരും മിണ്ടിട്ടില്ല. എല്ലാവരും പറയണം. പറയാത്ത ആരും പാടില്ല. അതുകൊണ്ട് ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു: നമ്മുടെ LDF-ന്റെ 3-ാം ഊഴം വരില്ലേ? വരും. വരുമെന്ന് നമ്മൾ പറഞ്ഞാൽ വന്നിരിക്കും. അതിനുവേണ്ടി നമ്മൾ കുണ്ടറയിൽ വരേണ്ട മാറ്റം വരുത്തും. കേരളത്തിലെ വിജയത്തിന്റെ ഉറപ്പുവരുത്തും. നമ്മുടെ എല്ലാ പങ്കും നാം വഹിക്കും. വിശ്രമിക്കാൻ നാം പോകില്ല. അതെല്ലാം വിജയം കഴിഞ്ഞേ ഉണ്ടാകും. തൽക്കാലം ആ വാക്ക് മറന്നേക്കാം. വിശ്രമത്തിന്റെ വാക്ക്. ആ വാക്ക് മാറ്റിവെച്ചുകൊണ്ട് വിജയം വരെയും ഒരേ മനസ്സോടെ, ഒരേ ഹൃദയത്തോടെ, ഒരേ ലക്ഷ്യത്തോടെ കൈകൾ കോർത്തുപിടിച്ച് നാം ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം. ജയം നമ്മളെ കാത്തിരിക്കുന്നു. സഖാക്കളെ, മുന്നോട്ട്. ലാൽ സലാം. എൻ്റെ ലിസ്റ്റ് വായിക്കുന്നതിന് സഖാവ് SL സജീവകുമാർ, സംഘാടക സമിതിയുടെ സെക്രട്ടറി. സഖാക്കളെ, സ്വീകരണം നമുക്ക് പെട്ടെന്ന് നൽകേണ്ടതായിട്ടുണ്ട്. സംഘാടക സമിതിയുടെ സെക്രട്ടറി ഇവിടെ സ്വീകരിച്ചു. അഡ്വക്കേറ്റ് R. സേതുനാഥ്, CPM-ന്റെ ഏരിയ സെക്രട്ടറി R. സുരേഷ് ബാബു, NS പ്രസന്നകുമാർ, CP പ്രദീപ്, ഇത്രയും സഹാക്കൾ ഇവിടെ നിന്ന് സ്വീകരിക്കും. ബാക്കി താഴെ, ബാക്കി സ്വീകരണം എല്ലാം താഴെയാണ്. അതല്ലേ താഴെയല്ലേ? അല്ലേ സുബാൽ സാർ, സുബാൽ സാർ, സുബാൽ സാർ, സുബാൽ സാർ. കൊടുക്കാം, കൊടുക്കാം, അത് കൊടുക്കാം, അത് വിളിക്കാം, അത് വിളിക്കാം. ഈ താഴെ സ്വീകരണം വാങ്ങിക്കുന്നതിന് മുമ്പ് നമുക്ക് തൃക്കോലോട്ടത്ത് ഫിസിക്സിൽ ഡോക്ടറേറ്റ് നേടിയ അഖില മുരളിക്കൊരു മൊമെന്റോ വിനോവിശ്വസാവ് കൊടുക്കും. അതിനുവേണ്ടി ക്ഷണിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് താഴോട്ടും സ്വീകരണം വാങ്ങിക്കണം. ഞാൻ പറഞ്ഞു അനൗൺസ് ചെയ്തു. സഹകളെ, ഇവിടെ ഫിസിക്സിൽ ഡോക്ടറേറ്റ് നേടിയ തൃക്കോലത്തെ അഖില മുരളിയെ മൊമെന്റോ നൽകി വിനോവിശ്വസാവ് എന്താ കൊടുക്കുന്നു? നമുക്ക് നിരവധി സംഘടനയുടെ ആൾക്കാർ നിവേദനം നൽകുന്നതിന് വേണ്ടി ഇവിടുത്തെ റോട്ടറി ക്ലബ്ബ്, പൗരസമിതി, ഫൈനാൻസ് സൊസൈറ്റി ഒക്കെ കുണ്ടറയിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രാധാന്യമുള്ള കുറെ സംഘടനയുടെ പ്രതിനിധികൾ 4 മണി തൊട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അവർക്ക് വിനോവിശ്വസാവിന് നിവേദനം അടക്കം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം താഴെ നിന്ന് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അല്ല, അത് മേലോട്ട് വിളിക്കട്ടോ? മേലോട്ട് വിളിച്ചാൽ സൗകര്യമുണ്ട്. അപ്പം സഹകളെ, കുണ്ടറ താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി നമുക്കറിയാം വലിയ മനോഹരമായി കിട്ടാൻ അതിന്റെ പ്രതിനിധി ബിജു, കേരള സെറാമിക്സിന്റെ ലാൽ ജോൺ, ബഡ്ജറ്റിൽ തന്നെ പ്രഖ്യാപിച്ച കണക്ട് ടു വർക്ക് കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക്, അഭ്യസ്തരായ ചെറുപ്പക്കാർക്ക് പ്രാതിനിധ്യം നൽകുന്ന അതിന്റെ പ്രതിനിധിയായിട്ട് കാർത്തിക,
പെൻഷൻ 2000 രൂപയെ വർദ്ധിച്ച് പെൻഷൻ ആ ജാഥ അങ്ങോട്ട് താഴെ നിൽക്കണം. കുണ്ട്ര താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി എന്റെ പ്രതിനിധി ശ്രീ ബിജു, കേരള സെറാമിക്സിന്റെ പ്രതിനിധി ലാൽ ജോൺ, കണക്ട് ടു വർക്ക് നമുക്കറിയാം അനുവദിച്ച കഴിഞ്ഞ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചതാണ് കാർത്തിക. പെൻഷനർ ഇവിടുത്തെ ഏറ്റവും പ്രായമുള്ള പെൻഷനറായിട്ടുള്ള താജുദ്ദീൻ, തൊഴിലുറപ്പ് തൊഴിലാളിയുടെ പ്രതിനിധി സുദിന, സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഗുണഭോക്താവ് കുണ്ട്ര മണ്ഡലത്തിലെ 10,000-ലധികം ആളുകൾ അതിൽ വന്നിട്ടുണ്ട്. സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ പ്രതിനിധിയായിട്ടുള്ള ബിന്ദു, ഹരിതകർമ്മസേനയുടെ പ്രതിനിധി ഷീല, ഏറ്റവും കൂടുതൽ PSC നിയമനം ലഭിച്ച കേരളത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ കുണ്ട്രയിലെ അതില് ഇപ്പോൾ അഡ്വൈസ് ലഭിച്ചിട്ടുള്ള ഉണ്ണികൃഷ്ണൻ, ആശമാരുടെ പ്രതിനിധി വത്സല, അംഗൻവാടി പ്രതിനിധി സജീല നിസാം, കശുവണ്ടി തൊഴിലാളി പ്രഭ, ആട്ടോ തൊഴിലാളിക്ക് വേണ്ടി സിജോ, ഹെഡ് തൊഴിലാളിക്ക് വേണ്ടി രഞ്ജിത്ത്, സ്വീകരിച്ചോളുക. കയർ തൊഴിലാളികൾക്ക് വേണ്ടി രത്നവല്ലി, KGV UPSന്റെ പ്രതിനിധി സജി DR, അലന്റിന്റെ പ്രതിനിധികളായിട്ടുള്ള ജോസ് കുര്യനും, പൗരസമിതിയുടെ പ്രതിനിധി നമ്മുടെ മാത്യു പണിക്കർ നിവേദനം നൽകുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. വളരെ നേരത്തെ വന്നതാണ്. പൗരസമിതി കൊടുത്തോ സൂസാം. അതുപോലെ തന്നെ പൗരവേദിയുടെ പ്രതിനിധി ഡോക്ടർ വെള്ളിമൺ നെൽസൺ സാറ്, പൗരവേദിയുടെ പ്രതിനിധി, ഫൈനാൻസ് സൊസൈറ്റിയുടെ പ്രതിനിധിയായി കുണ്ട്രയുടെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൗരവേദിയും പൗരസമിതിയും നൽകിയതുപോലെയുള്ള ഒരു നിവേദനം നൽകുന്നതിന് വേണ്ടി PMA റഹ്മാൻ, റോട്ടറി ക്ലബ് ഓഫ് മിഡ് ടൗണിന്റെ പ്രതിനിധി ബൈജു പുനുക്കന്നൂർ, റോട്ടറി ക്ലബ്ബ് കുണ്ട്ര സെൻട്രലിന്റെ പ്രതിനിധി ശ്രീകുമാർ, കുണ്ട്ര ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ അസോസിയേഷന്റെ പ്രതിനിധി രാജീവും രാജീവിന്റെ കുട്ടികളും ഉണ്ട്. അവിടെ പരിശീലനം നേടുന്നുള്ള ഇളമ്പള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മാനേജ്മെന്റ് പ്രതിനിധികളായിട്ടുള്ള അനന്തകൃഷ്ണൻ പത്മകുമാർ, കുണ്ട്രയിലെ പാലിയേറ്റീവ് പ്രവർത്തനത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള അബ്ബാസ്, ലോട്ടറി തൊഴിലാളികളുടെ പ്രതിനിധി ജയലക്ഷ്മി, സോഷ്യൽ മീഡിയ പ്രതിനിധിയായിട്ടുള്ള ഷാനിർ, അതുപോലെ തന്നെ ബാക്കിയുള്ള CPMന്റെയും CPIയുടെയും LC സെക്രട്ടറിമാരായിട്ടുള്ള ആളുകൾ, പേര് വായിക്കണ്ടല്ലോ, കേരള കോൺഗ്രസിന്റെ പ്രതിനിധികൾ മുഴുവൻ ആളുണ്ട്. ഇനി ആരുടെയും പേര് വായിക്കുന്നില്ല, താമസിച്ചു പോയി. എല്ലാവരും മാലയിടുക. സ്വീകരിക്കാനുള്ളവരെല്ലാം സ്വീകരിക്കുക. ഇനി പേര് വിളിക്കാൻ കഴിയുന്നില്ല. നമ്മൾ പ്രത്യേകം ക്ഷണിക്കപ്പെട്ടിട്ടുള്ള സംഘടനകളുടെ പ്രതിനിധികൾ ഇവിടെ നിവേദനം നൽകിയിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്. മറ്റുള്ള സഖാക്കളുടെ പേര് വിളിക്കുന്നതിൽ ഈ പറയുന്ന ഒരുപാട് പേരുകൾ വിളിക്കാനുണ്ട്. അതുകൊണ്ട് സഖാക്കൾ ദയവായി സ്വീകരണവുമായി സഹകരിക്കണം. വിവിധ തൊഴിലാളി വിഭാഗങ്ങളുടെ സ്വീകരണമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും അതോടൊപ്പം സമൂഹത്തിലെ വിവിധ പൗര സംഘടനകളുടെയും നേതാക്കന്മാർ ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. അവർ നിവേദനം നൽകിയിട്ടുണ്ട്. കേരളത്തിന്റെ ഇടതുപക്ഷ